ഏറെ പ്രിയപ്പെട്ട ഈ വേദിയിൽ അതിപ്രധാന വ്യക്തിത്വങ്ങളുടെ നീണ്ട നിര സാന്നിധ്യം ഈ കഴിഞ്ഞ പ്രോഗ്രാം മുതൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ ലീഡർഷിപ്പ് സ്റ്റൈൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് വാല്യൂസ് ഓഫ് ഉമ്മൻചാണ്ടി എ ഡിഫറൻറ്റ് ലീഡർ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പാനലിസ്റ്റ് ചർച്ചയ്ക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുക. ഈ ചർച്ചയിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നിങ്ങളോടൊപ്പം സംവദിക്കാനിരിക്കുക. പ്ലാനിംഗ് ബോർഡിൻ്റെ മുൻ മെമ്പർ, കേരളത്തിൻ്റെ പ്ലാനിംഗ് ബോർഡ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഭവം, കേരളത്തിൻ്റെ തനത് വിഭവം മറ്റുള്ളതായ മേഖലകളിൽ നിന്ന് നമ്മൾ എടുക്കുന്നതായിരിക്കുന്ന ലോണും മറ്റു വിഭവങ്ങളും, ഇതെല്ലാം സമഗ്രതലത്തിൽ ജനങ്ങൾക്ക് വേണ്ടി വിന്യസിക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന എക്കണോമിക് സെൻട്രലൈസ്ഡ് ബോഡിയാണ് പ്ലാനിംഗ് ബോർഡ്. ആ പ്ലാനിംഗ് ബോർഡിൻ്റെ കരുത്തുറ്റ പ്രതിനിധിയാണ് ആയിരുന്നു പ്രിയപ്പെട്ട ശ്രീ CP ജോൺ. അദ്ദേഹം CMBയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ലീഡർഷിപ്പ് കൂടിയാണ്. കേരളത്തിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട CP. പ്രിയപ്പെട്ട രമ്യ ഹരിദാസ് MP ആലത്തൂരിൻ്റെ പ്രിയപ്പെട്ട പ്രതിനിധിയാണ്. കേരളത്തിലുടനീളം രമ്യയുടെ ഫോളോ ചെയ്യുന്നതായിരിക്കുന്ന കുട്ടികളുണ്ട്. മനോഹരമായി പാട്ടുപാടും, നന്നായി പ്രസംഗിക്കും. ജവഹർ ബാലജന വേദിയിലൂടെയാണ് അവരുടെ രംഗപ്രവേശം. കേരളത്തിലുടനീളം ഓടി നടന്ന് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ, അവരുടെ ലീഡർഷിപ്പ് എംപവർമെൻറ്റിന് നേതൃത്വം കൊടുക്കാൻ ഒക്കെ വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിത്വമാണ് ശ്രീമതി രമ്യ ഹരിദാസ്. പ്രിയപ്പെട്ട ശ്രീഹരി ഇവിടെ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം എഡ്യൂക്കേഷണലിസ്റ്റാണ്. അദ്ദേഹം പ്രമുഖമായിട്ടുള്ള എക്സ്ട്രാ കമ്പനിയുടെ CEO ആണ്. ഒരു നല്ല പ്രഗത്ഭനായിട്ടുള്ള ടെക്കിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ മേഖലകളിലുള്ളതായിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ, നിങ്ങൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കാൻ, നിങ്ങൾക്ക് കൂടുതൽ ഗൈഡ് ചെയ്യാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ശ്രീഹരി. അങ്ങനെ ഒരു നല്ല ടീം ഈ ചർച്ചയിൽ നിങ്ങളോടൊപ്പം പങ്കാളിയാവുക. നമ്മൾ സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു വലിയ ഓർമ്മകൾ തിങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി 12 മണിക്കാണ് ഫുട്ബോൾ ടർഫിൻ്റെ ഉമ്മൻചാണ്ടി സ്പോർട്സ് അരീനയുടെ ഉദ്ഘാടനവും, അത് കഴിഞ്ഞ് അവിടെ ചാണ്ടി ഉമ്മൻ കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വന്നതായ MLA-മാരെല്ലാവരും അവിടെ 1 മണിക്കൂർ കളിച്ചൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇന്ന് പുലർച്ചെ അർദ്ധരാത്രി തിരിച്ചത്. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് നിങ്ങൾക്കുള്ളതായിരിക്കുന്ന, പ്രാധാന്യമുള്ളതായിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ 1-2 പേരിൽ നിന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. എന്താണ് നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള പ്രിയപ്പെട്ട അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ മഹാരാജാവ് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നിങ്ങളെ ഇരിക്കൂ. എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യാനും ആഗ്രഹിക്കുക. ഞാൻ വെറുതെ ഒരു ചെറിയ ഒരു ഇൻട്രാക്ഷൻ വേണ്ടി ഞാൻ ചോദിക്കുന്നു, എന്താണ് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള, എന്താണ് മനസ്സിലുള്ളതായിരിക്കുന്ന കാഴ്ചപ്പാട്? ഒന്ന് പറഞ്ഞേ. ആരാണ് പറയാൻ ആഗ്രഹിക്കുന്നത്? പറഞ്ഞോ. യെസ്, ഇന്ററാക്ട് ചെയ്യണം. യെസ് യെസ്, ഒരു ക്ലാപ്പ് കൊടുക്കുക എല്ലാവരും.
മോളുടെ പേരെന്താ? എൻ്റെ പേര് ദിവ്യലക്ഷ്മി. ഞാൻ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടത്തുനിന്ന് വരുന്നു. വെരി ഗുഡ്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് അധികമൊന്നും അറിയില്ലെങ്കിലും പൊതുവായിട്ട് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞതും അതുപോലെ ഞാൻ അറിഞ്ഞതുമായിട്ടുള്ള കാര്യം, ആർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധി എന്നൊരു ഇതാണ്. ഒരു നേതാവ് എന്ന രീതിയിലല്ല, ഒരു വേർതിരിവില്ലാതെ നമുക്ക് ആർക്കും സാധാരണക്കാർക്കൊക്കെ പോയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തിനെ ഞങ്ങൾ അറിയുന്നത്. ഒരു ലീഡർക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും ആക്സസിബിളും എല്ലാവർക്കും അപ്രോച്ചബിളും എല്ലാവർക്കും വന്ന് നിർഭയത്വത്തോടു കൂടി കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ആളുമായിരിക്കണം. അതിന് നമ്മുടെ ഇടയിൽ ജീവിച്ച് നമ്മിൽ നിന്നും അകന്നുപോയ ഏറ്റവും വലിയ ബെസ്റ്റ് എക്സാമ്പിൾ ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ. ഒരാളോട് പറഞ്ഞ് എന്താണ് നിങ്ങൾക്ക് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള അറിവ്, ബോധ്യം എന്താണ്? ഒരാളോട് പറഞ്ഞേ. വൺ മോർ. ആരെങ്കിലും ഒരാൾ പേര് പറഞ്ഞാൽ നിങ്ങൾ പറയും അറിയാം. ഞാൻ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നു, കേരളത്തിൽ സ്മാർട്ട് സിറ്റി ഉണ്ടാക്കിയതാരാണ്? എൻ്റെ പേര് ഹന്ന ഫർസാന, ഗവൺമെൻറ് മോഡൽ HSS പട്ടത്തുനിന്ന് വരുന്നു. ഞാനൊരു NSS വോളണ്ടിയർ ലീഡറാണ്. ഇപ്പം ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് കേട്ടപ്പോഴത്തേനും എൻ്റെ ഒരു റോൾ മോഡലാക്കാൻ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഇത്രയും കാലം എനിക്കൊരു റോൾ മോഡൽ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ രീതിയിൽ എന്നെ NSSനെ വോളണ്ടിയറിങ് കൊണ്ടുപോകുന്നു, എൻ്റെ സ്കൂളിൽ പ്രവർത്തനം ചെയ്യുന്നു, പുറത്ത് പ്രവർത്തനം ചെയ്യുന്നു. പക്ഷേ ഇന്ന് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കേട്ടു. അപ്പോൾ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, തൻ്റെ സഹോദരന്മാരായിട്ട് കാണുന്ന അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു. ഇത്രയും എന്താ പറയുക, നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. ഇത്രയും കാലം അറിഞ്ഞില്ല. താങ്ക് യു സർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം മാതൃകയാക്കേണ്ടതായിരിക്കുന്ന ഒരാളാണ്, ഒരു ഐഡിയൽ ലീഡർഷിപ്പാണ് ഉമ്മൻചാണ്ടി സാർ എന്നുള്ള തിരിച്ചറിവ് എനിക്ക് കിട്ടി. എൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഒരു റോൾ മോഡലായി എനിക്ക് വഴി കാണിക്കും എന്നാണ് ആ മിടുക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം. ഇതുപോലെ ഒരുപാട് വാല്യൂസ് ഒരു ലീഡർഷിപ്പിനുണ്ടാകണം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ നേരിട്ട് അനുഭവിച്ച, ഞങ്ങളെയൊക്കെ വളർത്തിയത്, ഞങ്ങളൊക്കെ കൈപിടിച്ച് നടത്തിയത്, ഞങ്ങളുടെ പ്രതിസന്ധികളിൽ തളരാതെ ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയത്, ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾക്ക് എല്ലാ പ്രചോദനവും നൽകിയത്, തളരുന്ന സന്ദർഭത്തിൽ 2 വാക്ക് പറഞ്ഞ് പുറത്തുനിന്ന് തട്ടിയാൽ ആ തട്ടൽ മാത്രം മതി ഞങ്ങൾക്കൊക്കെ ആത്മവിശ്വാസവും വിഷമകരമായ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ. ആ വലിയ മനുഷ്യൻ നമുക്ക് പകർന്നു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കൊരു മുഖ്യമന്ത്രിയുടെ പേര്, ഒരു മുഖ്യമന്ത്രി നടന്നു പോവുക. ഒരു മുഖ്യമന്ത്രി നടന്നു പോകുമ്പോൾ ആ മുഖ്യമന്ത്രിയുടെ പേര് നീട്ടി വിളിച്ച് അദ്ദേഹത്തോട് അവിടെ നിൽക്കാൻ ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെന്ന് പറയുന്നവരുണ്ട്, ഇല്ലെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി പറയാൻ അപ്രോച്ചബിളായ ഒരു വലിയ മനുഷ്യനാണ്, എൻ്റെ കാര്യങ്ങൾ കേൾക്കും എന്ന് അവർക്കുള്ളതായിരിക്കുന്ന ഒരു വിശ്വാസമാണ് ഏറ്റവും വലുത്. അത് 2ാം ക്ലാസ്സിലെ കുട്ടിയുടെ മനസ്സിലുണ്ടാക്കാൻ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. അവിടെ ശിവാനി വിളിച്ചു, ഉമ്മൻചാണ്ടി ആദ്യത്തെ വിളി. ഞങ്ങളൊക്കെ കൂടെയുണ്ട്, ഞാനും കൂടെ ഉണ്ടായിരുന്നു. സാറ് ഒന്ന് സ്റ്റെക്കായി മൂവ് ചെയ്യണോ അല്ലെ എന്താണ് എന്ന് വെറുതെ വിളിച്ചതാണോ എന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് 2ാമത്തെ വിളി വന്നു, ഉമ്മൻചാണ്ടി എന്ന് വീണ്ടും നീട്ടി. അവിടെ നിന്ന് സാർ തിരിഞ്ഞു. ആരാണ് ഈ വിളിച്ചത്? ഒരു ചെറിയ കുട്ടിയാണ്. സാറ് പറഞ്ഞു, എന്തേ? അപ്പോൾ ഈ കുട്ടിക്ക് സ്റ്റെക്കാണ്, പറയാനങ്ങ് ബുദ്ധിമുട്ടാണ്. എന്താണ് എന്താണ് എന്താ എന്താ കാര്യം? സാറിൻ്റെ സ്വതസിദ്ധമായ ശൈലി ചോദിക്കുകയാണ്, എന്താണ് കാര്യം, പറഞ്ഞോ. അപ്പോൾ ആ കുട്ടി പറയാൻ ഒരു വിമിഷ്ടം കാണിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, സ്റ്റേജിലേക്ക് സമയം പോകുന്നതുകൊണ്ട് സ്റ്റേജിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുവരണം. സ്റ്റേജിലേക്ക് ഞങ്ങൾ ആ കുട്ടിയെ കൊണ്ടുപോയി. സ്റ്റേജിൽ വെച്ചുകൊണ്ട് സാറ് ചേർത്തി നിർത്തി ചോദിച്ചു, എന്താണ് മോക്ക് പറയാനുള്ളത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, എൻ്റെ
എൻ്റെ കൂടെ പഠിക്കുന്ന അമൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് താമസിക്കാൻ വീടില്ല. ഞാൻ പറഞ്ഞത്, ഇത് പറയാൻ 2ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് വന്നതായിരിക്കുന്ന ആത്മധൈര്യം ഉണ്ടാക്കാനുള്ളതായിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം നടത്താൻ ഒരു മുഖ്യമന്ത്രിക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞ് ആ വീട് പൊങ്ങി. ഞങ്ങൾ ആ വീടിന്റെ ദൗത്യത്തിലൊക്കെ പങ്കാളികളായ ആളുകളാണ്. ആ വീട് പൊങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ആ വീടിന്റെ ഉദ്ഘാടനം നടക്കുക. ആ ഉദ്ഘാടനം നടക്കുമ്പോൾ താക്കോൽ ദാനം കൈമാറുമ്പോൾ അവിടെ മലബാർ ഗോൾഡിന്റെ ഒരു ഡയറക്ടറായിട്ടുള്ള നിഷാദ് അവിടെയുണ്ട്. ഞങ്ങൾ ഇത് ആരും അറിഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി സാർ മലബാർ ഗോൾഡിലെ വിളിച്ച് നിഷാദിനോട് അവിടെ വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിഷാദ് പറഞ്ഞില്ല എന്താ കാര്യം, സാറും പറഞ്ഞില്ല. സാറ് താക്കോൽ ദാനം നിർവഹിക്കുന്നതിന് മുമ്പ് സാറ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ വീടിന്റെ താക്കോൽ കൈമാറുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് നിർവഹിക്കാനുണ്ട്. തൻ്റെ കൂടെയുള്ള കുട്ടിയുടെ വേദന എൻ്റെ പേര് വിളിച്ച് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായിരിക്കുന്ന ശിവാനിയാണ് ഇന്നത്തെ താരം. ആ കുട്ടിക്കുള്ളതായിരിക്കുന്ന സ്വർണത്തിൻ്റെ കോയിൻ ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് കൈമാറുകയാണ്. വീടില്ലാത്തതായിരിക്കുന്ന കുട്ടിയുടെ പ്രശ്നം എടുത്തു പറഞ്ഞ് എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇന്ന് ആ വീട് കൈമാറാൻ ഏറ്റവും കാരണമായത് ഈ 2ാം ക്ലാസ്സിലെ ശിവാനിയാണ് താരം. ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? വീട് കൊടുക്കുന്നവരുണ്ടാവും, വീട് കൈമാറുന്നവരുണ്ടാവും, വീടിന് സഹായധനം കൊടുക്കുന്നവരുണ്ടാകും. അത് തൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയതായിരിക്കുന്ന 2ാം ക്ലാസ്സിലെ കൊച്ചുകുട്ടിക്ക് സ്വർണം നാണയം കൊടുത്ത് ആ കുട്ടിയെ പ്രചോദിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിലും അത് പ്രചോദനമാകണം എന്നുള്ളത് കൊണ്ടാണ് ആ വിഷയം ഇവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ളവരുടെ വേദനയും മറ്റുള്ളവരുടെ വിഷമവും ഏറ്റെടുക്കാൻ കഴിയുന്നവരാകണം രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, ലീഡർഷിപ്പിലുള്ളവർ. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സാറ് നിരന്തരമായ യാത്രയാണ്. എല്ലാ ആളുകളുമായി സംസാരിക്കും. അർദ്ധരാത്രിയിൽ ഒപ്പിട്ട് ഉറങ്ങി വീഴുന്നത് വരെ ഒപ്പിടും. ഓരോ കാര്യങ്ങൾ നിർവഹിക്കും. തടസ്സങ്ങൾ എവിടെയുണ്ടോ ആ തടസ്സങ്ങൾ നീക്കും. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഉണ്ടാകേണ്ട നിശ്ചയദാർഢ്യമാണ്. സഹാനുഭൂതി ഉണ്ടാകണം, കരുണയും ആർദ്രതയുള്ള മനസ്സ്, അതിൻ്റെ കൂടെ നിശ്ചയദാർഢ്യം ഉണ്ടാകണം. ഇപ്പൊ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ്, ഇന്നത്തെ ഭരണകൂടത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന പ്രഗത്ഭനായ വ്യക്തിത്വം, അന്ന് പറഞ്ഞത് 6000 കോടിയുടെ അഴിമതിയുണ്ട്, ഈ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. അസംബ്ലിയിൽ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്ത് നിർദ്ദേശം വേണമെങ്കിലും വെക്കാം, നിങ്ങൾക്ക് ഏത് കാര്യങ്ങളും എന്നോട് പറയാം, ഏത് അന്വേഷണവും ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കാം, പക്ഷെ പദ്ധതി നിർത്തണം എന്ന് പറഞ്ഞാൽ അത് ഒക്കില്ല. ഇത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്, ആ പദ്ധതി ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കും എന്ന് പറയുന്ന ഒരു നിശ്ചയദാർഢ്യമുണ്ട്. ഒരു പൊതുപ്രവർത്തകന് വേണ്ട, ഒരു ലീഡർഷിപ്പിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ നിശ്ചയദാർഢ്യമാണ്. ഒരു വലിയതായിരിക്കുന്ന ഒരു വ്യക്തി, ലോകത്തെ ഒരു വ്യക്തിക്കും ചെയ്യാൻ സാധിക്കാത്തതായ ഒരു അനുഭവം കൂടെ പറയാം. ഞാൻ സാറിന്റെ കൂടെ കണ്ണൂരിലൂടെ യാത്ര ചെയ്യാം. AC ജോസഫ് മന്ത്രിയുണ്ടെന്ന് കൂടെ. സാറ് കണ്ണൂരിലെ പോലീസ് ഗ്രൗണ്ടിലുള്ളതായിരിക്കുന്ന പരേഡ് ഗ്രൗണ്ടിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. അപ്പോഴാണ് സാറിൻ്റെ സഞ്ചരിച്ചതായിരിക്കുന്ന കാറിന് കല്ലേറ് വന്ന് സാറിൻ്റെ മുഖത്തും സാറിൻ്റെ ദേഹത്തും ഗുരുതരമായി പരിക്കേറ്റത്. ഈരമ്പം പോലെ ഒരു 100-500 ആളുടെ ആൾക്കൂട്ടം ഇങ്ങനെ ഓടി വരികയാണ് പിറകുന്നു. ഞാൻ പിറകോട്ട് നോക്കിയപ്പോൾ ഈ ആളിങ്ങനെ ഓടി വരുന്നു. ആളുകൾ കോണ് കൊണ്ട് എറിയുന്നു, ചില സാധനങ്ങൾ വലിച്ചെറിയുന്നു. ഞാൻ പറഞ്ഞു സാറോട്, സാറേ അപകടമാണ്, വലിയ അപകടത്തിലേക്ക് പോവാണ്. സാറ് പറഞ്ഞു അത് പോലീസ് നോക്കിക്കൊള്ളും. പോലീസ് നോക്കിക്കൊള്ളും എന്നുള്ളത് മാത്രമല്ല, താൻ മുമ്പ് പോയ പരിപാടികളിൽ നിന്ന് കിട്ടിയതായിരിക്കുന്ന നിവേദനത്തിൽ അദ്ദേഹം വായിച്ച് അതിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ ചില്ല് പൊട്ടുന്നതും പരിക്കേൽക്കുന്നതും. ആളുകൾ ആക്രമിക്കാൻ വരുമ്പോഴും അന്യന്റെ വേദനയുടെ ഓരോ കടലാസുകളും നോക്കി തീർപ്പ് കൽപ്പിക്കാൻ ഈ വലിയ മനുഷ്യനല്ലാതെ മറ്റൊരു വ്യക്തിക്കും സാധിക്കില്ല.
ഓരോ മേഖലകളിൽ അനലൈസ് ചെയ്യേണ്ട വലിയ വ്യക്തിത്വം. ഐക്യരാഷ്ട്ര സംഘടനയുടെ സിവിൽ സർവീസ് അവാർഡ് കിട്ടിയ ഇന്ത്യ രാജ്യത്തുള്ള ഏക ഭരണാധികാരി മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി സാറാണ്. ഞാനും പോയിരുന്നു ചാണ്ടിമോന്റെയും കുടുംബത്തിന്റെയും ചേച്ചിയുടെ ഒക്കെ കൂടെ പരിപാടിയിൽ കാണാൻ. ബഹ്റിനിലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ ജീവിതയാത്രയുടെ രസതന്ത്രം പറഞ്ഞു. എന്തുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സമയം പബ്ലിക്കിന് വേണ്ടി ഡിവോട്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് ഞാൻ വിശ്രമിക്കുന്നില്ല, എന്തുകൊണ്ട് സമയം വൈകുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയം ഒഴിവാക്കി ആ സമയം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അവസാന നാളുകളിൽ സാറ് ക്ഷീണിച്ചപ്പോൾ ആ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നത് ശരിയല്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ സാറിന് നയിച്ചതായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞത്, ദൈവമാണ് വലുത്. എന്നോട് നാളെ ദൈവം ചോദിക്കും, താങ്കൾക്ക് നൽകിയ സമയവും അധികാരവും എങ്ങനെ നിങ്ങൾ ചെലവഴിച്ചു, അതിന് ഉത്തരം പറയേണ്ടി വരും. ആ ദൈവ ഭയമാണ് എന്നെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ജനങ്ങളും ദൈവവുമാണ് എന്നെ ഏറ്റവും വലിയതായിരിക്കുന്ന ഭയപ്പെടുത്തുന്ന ഘടകം. ജനങ്ങളോട് ഇത്രയധികം താതാത്മ്യം പ്രാപിച്ച, അവന്റെ വേദനകളും പ്രയാസങ്ങളും മുഴുവൻ ആവാഹിച്ചെടുത്ത ആ വലിയ മനുഷ്യന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും വലിയ രീതിയിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് പുതുപ്പള്ളിയുടെ ഉമ്മൻചാണ്ടി സാറിന്റെ നിയോഗം ഏറ്റെടുത്ത പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ MLA. ഇന്നലെ വരെ അദ്ദേഹം നൽകിയത് ഇന്ത്യ രാജ്യത്തെ ഒരു MLAയും ഇതുപോലെ നൽകിയിട്ടുണ്ടാവില്ല. 4.5 കോടി രൂപയുടെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്താണ് ഈ മിടുക്കനായിരിക്കുന്ന ചെറുപ്പക്കാരൻ ഇവിടെ ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം സംബന്ധിക്കുന്നത്. നമ്മളെല്ലാവരും ഈ ഒരു വലിയ പ്രവർത്തനമാണ്, ഒരിക്കലും കാണാൻ കഴിയാത്തതായ വലിയ. പുതുപ്പള്ളിയിലെ ജനതയ്ക്ക് തെറ്റിയിട്ടില്ല. ഉമ്മൻചാണ്ടി സാറെ കാണുന്നത് ഈ വലിയതായിരിക്കുന്ന ചെറുപ്പക്കാരനിലൂടെയാണ്. അദ്ദേഹം സാറിന്റെ ഓർമ്മകൾ നിലനിർത്താൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ രീതിയിലുള്ളതായിരിക്കുന്ന പിന്തുണയും ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.